നമസ്കാരം. ലോകത്തെ ഏറ്റവും ശുദ്ധമായ വികാരം അമ്മയും മകനും തമ്മിലുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്ര പ്രായമായാലും അമ്മയുടെ മരണം മകന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എല്ലാ മരണങ്ങളും പ്രിയപ്പെട്ടവർക്ക് ദുഃഖമുണ്ടാക്കുന്നെങ്കിലും അമ്മയുടെ മരണം മകനുണ്ടാക്കുന്ന ദുഃഖത്തോളം വലുതായി മറ്റൊരു മരണദുഃഖവും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തിരിച്ചും അങ്ങനെ തന്നെ മകൻ്റെ മരണം അമ്മയ്ക്കും ദുഃഖമുണ്ടാക്കും. എല്ലാ ബന്ധങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ കൂടുതലായി ഊന്നിപ്പറയുന്നത് ഇതാണ്. എന്നാൽ 90 വയസ്സുള്ള രോഗബാധിതയായ ഒരു അമ്മ മരിക്കുമ്പോൾ മകൻ ഏറെ ദുഃഖിക്കേണ്ടതുണ്ടോ? അമ്മയുടെ ദുരിതകാലം അവസാനിച്ചു എന്നോർത്ത് മനസ്സുകൊണ്ട് ആഹ്ലാദിക്കണ്ടേ? പക്ഷെ സാധ്യമല്ല. അമ്മ എന്ന ഒരു ജീവൻ, അമ്മ എന്ന ഒരു രൂപം, അതുപോലും മകനുണ്ടാക്കുന്ന ആവേശവും പ്രതീക്ഷയും വിശ്വാസവും അവന് ലോകത്ത് ജീവിക്കാനുള്ള ആത്മവിശ്വാസവുമൊക്കെ സമാനതകളില്ലാത്തതാണ്. അതുകൊണ്ടാണ് അമ്മയുടെ നിശ്ചലമായ രൂപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് മോഹൻലാൽ കണ്ണടച്ച് വിങ്ങിക്കരഞ്ഞത്. മോഹൻലാൽ കരഞ്ഞില്ല. ഒരു സെലിബ്രിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് അവൻ്റെ യഥാർത്ഥ വികാരം അവന് ചില സാഹചര്യത്തിൽ മറച്ചു വയ്ക്കേണ്ടി വരുമെന്നതാണ്. 90 വയസ്സുള്ള അമ്മ മരിച്ചപ്പോൾ മോഹൻലാലിൻ്റെ ലോകം തികച്ചും വ്യത്യസ്തമായി. മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി അസ്തമിച്ചിരിക്കുന്നു. ആ മരണം മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ശൂന്യതയാവും. അമ്മയുടെ മരണം ഓരോ മകനും ഉണ്ടാക്കുന്നത് ഒരിക്കലും നികത്താനാവാത്ത ശൂന്യതയാണ്. അതുകൊണ്ടാണ് 90ാമത്തെ വയസ്സിൽ രോഗബാധിതയായി മോഹൻലാലിൻ്റെ അമ്മ മരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അടക്കിപ്പിടിച്ചുള്ള വിങ്ങൽ നമ്മളെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത്. വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ മോഹൻലാലിൻ്റെ യഥാർത്ഥ ഉടമ അമ്മ ശാന്തകുമാരി തന്നെയാണ്. അമ്മയായിരുന്നു മകനെ മാറോട് ചേർത്ത് വളർത്തിയെടുത്തത്. അച്ഛൻ വിശ്വനാഥൻ ലോ സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ്. കാർക്കശ്യക്കാരനായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് തന്നെ മകനും ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം, ഈ കലയുമായി നടക്കരുത് എന്ന വാശിക്കാരനായിരുന്നു. എന്നാൽ തൻ്റെ മകൻ്റെ ഇഷ്ടം സിനിമയാണ്. ആ സിനിമയിൽ അവൻ വളരട്ടെ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച് അവനെ ചേർത്ത് പിടിച്ച് പിന്തുണച്ചത് അമ്മയായിരുന്നു. അച്ഛൻ്റെ മുമ്പിലേക്കുള്ള മോഹൻലാലിൻ്റെ കവാടം പോലും അമ്മയായിരുന്നു. മോഹൻലാലിന് അമ്മയോടുള്ള ഇഷ്ടം അസാധാരണമായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയിട്ടും താരജാടയില്ലാതെ പെരുമാറാൻ കഴിഞ്ഞത്, എല്ലാത്തിലും ഒരു ഹാസ്യം കണ്ടെത്താൻ കഴിഞ്ഞത്, എല്ലാ സാഹചര്യങ്ങളെയും സമ്മർദ്ദമില്ലാതെ അലസതയോടെ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചതൊക്കെ മോഹൻലാലിൻ്റെ അമ്മ തന്നെയായിരുന്നു. അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അമ്മയുടെ ശേഷി, എല്ലാത്തിലും ചിരി കണ്ടെത്താനുള്ള അമ്മയുടെ താല്പര്യം, എല്ലാത്തിലും നന്മ കണ്ടെത്താനുള്ള അമ്മയുടെ രീതി, ഇത് തന്നെയാണ് മോഹൻലാലിലേക്കും പകർന്നു കിട്ടിയത്. മോഹൻലാലിൻ്റെ അഭിമുഖങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കുക. മനോരമ നടത്തിയ ഒരു പരിപാടിയിൽ ഒരു കുട്ടി മോഹൻലാലിനോട് ചോദിക്കുകയാണ്, ചെറുപ്പകാലത്ത് ഏതു ഭക്ഷണം വേണമെന്നാണ് ശാഠ്യം പിടിച്ചതെന്ന്. മോഹൻലാൽ പറയുന്നു, അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നത് കഴിച്ചിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലമെന്ന്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരുപാട് ആഹാരങ്ങളൊന്നുമില്ല. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമുക്ക് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉള്ളൂ. എന്താണ്, ചിലപ്പോൾ കഞ്ഞിയായിരിക്കും, ചിലപ്പോൾ ദോശയായിരിക്കും, ഇഡ്ഡലി ആയിരിക്കും. അങ്ങനെ അല്ലാതെ ഒരുപാട് ഡിഷൊന്നുമില്ല. വളരെ മിനിമൽ സൗകര്യത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് പൊടാന്ന് പറയും. മനസ്സിലായില്ലേ? അവരുടെ തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് വളർന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രത്യേകതയുള്ള ഭക്ഷണം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഭക്ഷണം കിട്ടിയാലേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതൊന്നുമില്ല. എന്ത് കിട്ടിയാലും അത് കഴിച്ചുകൊണ്ട് നമ്മുടെ ജോലിക്ക് ഇറങ്ങാൻ അത് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു അന്ന്. ഓക്കെ, അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണ് ലാലേട്ടന് ഏറ്റവും ഇഷ്ടം? എല്ലാം ഇഷ്ടമല്ലേ? അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഇഷ്ടം. സത്യത്തിൽ ആ തലമുറയിലെ എല്ലാവരുടെയും ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ തരുന്നത് കഴിച്ചിട്ട് പോവുക, കുറച്ചുകൂടി വേണം എന്ന് ആഗ്രഹിച്ചാൽ പോലും ചോദിക്കാൻ കഴിയാതിരിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണത്തെക്കുറിച്ച് സ്വപ്നം കാണുകയല്ലാതെ അത് ആവശ്യപ്പെടാൻ പോലും കഴിയാതിരിക്കുക, തരുന്നത് എന്താണെങ്കിലും ഇഷ്ടപ്പെടുക, തരുന്നത്രയും കഴിച്ചിട്ട് പോവുക, കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം അതിപ്പോൾ അങ്ങ് കടന്നു പോയതേ ഉള്ളൂ. അതൊരു സാധാരണ മനുഷ്യനാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് മകൻ കൊല്ലപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും വേദനിക്കുന്നതും ഒന്നും താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്മാത്ര കണ്ട് ബ്ലെസ്സിയോടെ അമ്മ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് ബ്ലെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡിമൻഷ്യ ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന മോഹൻലാലിനെ അംഗീകരിക്കാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. മോഹൻലാലിനെ എക്കാലത്തും നമ്മൾ ഓർത്തിരിക്കുന്ന 3 സിനിമകൾ, ചെങ്കോലും കിരീടവും താളവട്ടവും,
ഈ അമ്മ കണ്ടിരുന്നില്ല എന്നോർക്കുക. അത്രമാത്രം അമ്മയ്ക്ക് സഹിക്കാനാവുമായിരുന്നില്ല മകന്റെ വേദന. മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസിന്റെ പ്രൊമോഷൻ സമയത്ത് അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് അമ്മ സിനിമ കാണുന്നത് എന്ന് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നു. ഞാൻ ഇന്നും എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുകയാണ്. അമ്മയ്ക്കൊരു 8, 9, 10 വർഷമായിട്ട് അമ്മ ബെഡ് റിഡൺ ആണ്. പക്ഷെ അമ്മയ്ക്ക് അറിയാം ഞാനിങ്ങനെ സിനിമ ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഞാനിന്ന് അമ്മയെ ആ സിനിമയിലെ പാട്ടൊക്കെ പോയി കേൾപ്പിച്ചു. എനിക്കുള്ളൊരു സങ്കടം, അമ്മയെ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി 3D കണ്ണാടി വെച്ച് ആ സിനിമ കാണിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സങ്കടം കൂടെ ഉണ്ട്. പക്ഷേ അമ്മയെ നമ്മൾ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ 2Dയിലാക്കി ആ സിനിമ കാണിക്കും. എൻ്റെ അമ്മയ്ക്ക് തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല. അപ്പം ബാക്കി എൻ്റെ സിനിമകളോ കാര്യങ്ങളൊക്കെ TV-യിലൊക്കെ കാണും. എൻ്റെ എല്ലാ ചിത്രവും ഞാൻ ചിലപ്പോൾ ഒരു വേറെ തിയേറ്ററിൽ പോകാതെ ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു പെൻ ഡ്രൈവിലൊക്കെ ആക്കി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. മൂത്ത മകൻ പ്യാരലാലും മരിച്ചു. പിന്നെ മോഹൻലാൽ മാത്രമായിരുന്നു ശാന്തമ്മയുടെ ആശ്രയം. ശാന്തമ്മയെ എപ്പോഴും കാണാൻ വേണ്ടി മോഹൻലാൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. മുടവൻ മുകളിലെ ആ വീട് വെറുതെ ഇട്ടിട്ട് കൊച്ചിയിൽ ഒരു വലിയ വീട് വാടകയ്ക്കെടുത്തു. അതാണ് എളമക്കരയിലെ വീട്. അമ്മയെ ശുശ്രൂഷിക്കാൻ 5-6 പേരെ നിയോഗിച്ചു. പരിസര പ്രദേശത്ത് കൃഷി ചെയ്ത് ആ ഉൽപ്പന്നങ്ങൾ തന്നെ അമ്മയ്ക്ക് ഭക്ഷണമായി കൊടുത്തു. അമ്മയെ കാണാൻ ഷൂട്ടിംഗ് ഇടവേളകളിൽ ഓടി ഓടി ചെല്ലും. തളർന്നു കിടക്കുന്ന അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി അമ്മയുടെ ശ്വാസം തലോടലിലൂടെ തിരിച്ചറിഞ്ഞ് മോഹൻലാൽ മകനായി ജീവിച്ചു. എപ്പോഴും ആ സാന്നിധ്യം തനിക്ക് ഊർജം പകരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആനന്ദിച്ച് മോഹൻലാൽ ജീവിച്ചു. അതുകൊണ്ടാണ് അമ്മ വിട പറഞ്ഞപ്പോൾ മോഹൻലാൽ വിതുമ്പുന്നത്. മോഹൻലാലിന്റെ പുതിയ ലോകം ശൂന്യതയുടേതാണ്, ഇരുട്ടിൻ്റെതാണ്. ഇന്നേ വരെ ഒരു ആൽമര തണലിലായിരുന്നു മോഹൻലാൽ ജീവിച്ചത്. ഇനി ആ തണൽ മരം നഷ്ടപ്പെട്ടു പോയി. അമ്മയുടെ സ്വാന്തനം ഇനി മോഹൻലാലിനില്ല. മോഹൻലാലിന്റെ പ്രിയ സുഹൃത്ത് മേജർ രവിയോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതുകൂടി കേൾക്കുക. രവിയുടെ നമസ്കാരം. നമസ്കാരം. ലാലേട്ടന്റെ അമ്മ മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു ഈ വിശ്വശാന്തി ഫൗണ്ടേഷൻ അടക്കം നല്ലൊരു പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്നില്ല. അമ്മയെക്കുറിച്ച് എങ്ങനെയാണ് അമ്മയായിട്ടുള്ള ബന്ധം ഒന്ന് പറയാമോ? അമ്മയെ കുറിച്ചുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയെ പോലെ ആയി വന്നിട്ടുള്ളൊരു ബന്ധമായിപ്പോയി. ഇത്രയധികം അടുപ്പം ചിലപ്പോ എന്റെ റിലേഷനിലുള്ള അമ്മമാരുമായിട്ട് പോലും ഉണ്ടാവില്ലായിരിക്കും. 94 ഞാൻ ലാലിനെ പരിചയപ്പെട്ടിട്ട് മാർച്ചിൽ പരിചയപ്പെട്ട് അതിനുശേഷം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പ്രാവശ്യം അമ്മയെ കാണാൻ പോയതും. അതിനുശേഷം കുറെ നേരം ചിരിച്ച് കളിയും കഴിയും. നമ്മൾ എത്രയോ കാലത്തെ പഴക്കമുള്ള പോലെയായിരുന്നു എന്നെ ആദ്യം അമ്മ കണ്ടപ്പോ തുടങ്ങിയത്. ആ ഒരു ബന്ധം പിന്നീട് ഞാൻ കാണുന്നത് ഒരു അമ്മയും മകനും തമ്മിലുള്ളൊരു അഗാഢമായിട്ടുള്ളൊരു ബന്ധം. എന്നാലോ അമ്മ ഈ മകനെ വേണ്ടിയിട്ട് ഒരു പബ്ലിക്കിൽ വന്നിട്ട് സംസാരിക്കുക ഒന്നും ചെയ്യില്ല. അമ്മ മകൻ തമ്മിലുള്ളൊരു മ്യൂച്വൽ അവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ ചിലപ്പോ കേട്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ വിളിക്കും, അമ്മ എന്താണ് കഴിച്ചോ വല്ലതും, എന്താണ് അമ്മയുടെ ഒന്നും ശബ്ദം കേൾക്കുന്നില്ല, എന്താ വിളിക്കാൻ? അപ്പൊ ഇല്ല മോനെ ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവരൊരു കൺസേൺ കാണുന്ന സമയത്ത് നമുക്കൊരു ഐ വിഷ് ഐ ഹാഡ് എ മദർ എലൈവ് എന്നുള്ളത് എനിക്ക് പലപ്പോഴും എന്റെ അമ്മ മരിച്ചുപോയതിനു ശേഷം തോന്നിയിട്ടുള്ളൊരു ബന്ധമായിരുന്നു അത് ഇപ്പം ഓഫ് ലൈറ്റ്. എന്നാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നെയാണ് അമ്മ ടോട്ടലി അങ്ങ് ഡൗൺ ആയിപ്പോയത്. അപ്പൊ ആ ഡൗൺ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഒരു ദിവസം ഞാൻ 1 മാസം മുന്നേ അവിടെ പോയപ്പം അപ്പൊ പോകുമ്പോ ലാൽ പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ട് പക്ഷെ ടോട്ടൽ ഡൗൺ ആണ് കേട്ടോ, ഷീസ് ഓൺ ദ ലാസ്റ്റ് സ്റ്റേജിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നാ അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ എന്താ വെച്ചാൽ അമ്മയ്ക്കൊന്നും അറിയുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പം അവരുടെ കെയർ ടേക്കേഴ്സ് ഉണ്ട്. അവര് അമ്മ ഇതാ രവി സാർ വന്നിരിക്കുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരം തുടങ്ങിയിട്ട് അവിടുന്ന് പിന്നെ മകന്റെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് പോയതും അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും എല്ലാം കൂടെ ആയപ്പം അമ്മ ഇങ്ങ് എക്സൈറ്റഡ് ആയി, അറിയാതെ കണ്ണു തുറന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അമ്മ തലയിൽ കൈവയ്ക്കുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം മകനെ ആർമി ചീഫിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്നൊക്കെ കണ്ടിട്ടുള്ള അവാർഡ് കൊടുക്കുന്നതെല്ലാം കണ്ടപ്പോ അമ്മ വാസ് സോ എക്സൈറ്റഡ്. അപ്പത്തേക്ക് അവര് ലാലിനെ വിളിച്ചു പറഞ്ഞു, അമ്മത വളരെയധികം ഉഷാറായിട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് പോയപ്പോഴത്തേക്കും ലാലും വന്നു. ലാലും കുറച്ചു നേരം ഇന്ന് സംസാരം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിക്കുന്നതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നീട് അമ്മ അഗെയിൻ ഡിറ്റോറിയേറ്റ് ആയി. പിന്നിപ്പോ നമുക്ക് അറിയാൻ ഒരു 4-5 ദിവസമായിട്ട് അമ്മ ഈസിന് ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ളത്. പക്ഷെ അത് പറയാൻ എളുപ്പമാണ് സാജ. ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാല് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു അമ്മ മകൻ ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മ പ്രൊട്ടക്റ്റീവ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്വൈസുകള്,
കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പക്ഷെ അമ്മ മകന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് വന്നിട്ട് അത് ഒന്നുമില്ല. അതൊരു ഭയങ്കര ടീച്ചറായിരുന്നു അമ്മ. മനസ്സിലായി. ആ ഹ്യൂമർ, മോഹൻലാലിന് കിട്ടിയിരിക്കുന്ന ആ ഹ്യൂമർ സെൻസ് എന്നുള്ളത് പക്ക 100% ഞാൻ പറയും അത് അമ്മയിൽ നിന്നാണ്. അമ്മയുടെ ഒരു ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. മനസ്സിലായി. അത് ഇത്രയും കാലം 94 തൊട്ടിട്ട് ഇത്രയും ഏകദേശം 31 വർഷമായത്. മനസ്സിലായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു അമ്മ തന്നെയായിരുന്നു. അത് ഇന്നലെ അതാണ് കണ്ടപ്പോ എനിക്ക് പിന്നെ കണ്ണീര് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ലാലിന്റെ അടുത്ത് പോയപ്പോ ലാല് ഒന്ന് കെട്ടിപ്പിടിച്ച് ലാലിന് കണ്ണിലൊന്ന് നിറഞ്ഞിട്ടുണ്ട്. അത് എന്റെ കണ്ണീര് കണ്ടതുകൊണ്ടായിരിക്കാം. പക്ഷെ ലാൽ വാസ് ടോട്ടലി അണ്ടർ കൺട്രോൾ. പക്ഷെ എനിക്കറിയാം ആ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ലാലിന്റെ ഒരു രക്തബന്ധം ഈ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതാണ് ഇന്നലെ പോയിരിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ആ ഒരു ലോൺലിനെസ് ഏതൊരു മനുഷ്യനായാലും ആ ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിൽ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെ അങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരിക. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇപ്പം അവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇനിയിപ്പോ എവിടെ ഉണ്ടായിരിക്കും. മാക്സിമം നമ്മൾക്ക് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.